ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളുടെ നിർണായക ചോദ്യം ചെയ്യൽ ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ തുടരുകയാണ്. ഷൈൻ ടോം ചാക്കോയെയും മോഡൽ സൗമ്യയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു. ശ്രീനാഥ് ഭാസിയും ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുണ്ട്. കൊച്ചിയിലെ സിനിമാ പ്രവർത്തകരുടെ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം എന്നതടക്കം നിർണായക വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ശരത് എസ് വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? സ്മൃതി, നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ഇവർക്ക് സമയം നൽകിയിരുന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യൽ ആവർത്തിച്ചിരിക്കുകയാണ്. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് എക്സൈസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിന്റെ ഭാഗമായി ഷൈൻ ടോം ചാക്കോയുടെ അനുജർ ഇപ്പോൾ എക്സൈസ് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഷൈൻ ടോം ചാക്കോ ഈ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചതാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലഹരി ഉപയോഗം ഒഴിവാക്കിയ ശേഷം അതിന്റെ ഭാഗമായി കാണിക്കുന്ന അസ്വസ്ഥതയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് സംശയിക്കുന്നത്. നിലവിൽ എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ അനുജനടക്കം ഈ എക്സൈസ് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം ചോദ്യം ചെയ്യൽ തുടരുന്നത് ഇപ്പോൾ സൗമ്യയുടെ ചോദ്യം ചെയ്യലാണ് എക്സൈസ് തുടരുന്നത്. നേരത്തെ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് സൗമ്യയും ഷൈൻ ടോം ചാക്കോയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. ഇപ്പോൾ സൗമ്യയാണ് എക്സൈസ് സംഘം ചോദ്യം ചെയ്യുന്നത്. ഈ സൗമ്യ എന്ന് പറയുന്നത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള ലഹരി ഇടപാടിൽ ഇടനിലക്കാരിയായി നിന്നത് സൗമ്യയാണ് എന്നുള്ളതാണ് എക്സൈസിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തു. സൗമ്യയുടെ 6 മാസത്തെ ബാങ്ക് ഡീറ്റെയിൽസ് അന്വേഷണ സംഘം നേരത്തെ തന്നെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. 120ഓളം ട്രാൻസാക്ഷനാണ് ഇതിനിടയിൽ നടന്നിട്ടുള്ളത്. ഇതിൽ താരങ്ങളും സിനിമാ മേഖലയിലുള്ള പലരുമായും സാമ്പത്തിക ഇടപാട് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ലഹരി ഇടപാടിനാണോ എന്ന് വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ എന്തായാലും തുടരുന്നത്. ശ്രീനാഥ് ബാസിയെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ വൈകിട്ടോടുകൂടിയായിരിക്കും ശ്രീനാഥ് ബാസിയുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ തസ്ലീമയുമായി ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്ന കേസിൽ അറസ്റ്റിലായ തസ്ലീമയുമായി ഇവർക്കുള്ള ബന്ധമാണല്ലോ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൗമ്യ തസ്ലീമയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ടോ? ആ ബന്ധം തെളിഞ്ഞാൽ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നാണല്ലോ നേരത്തെ അറിയിച്ചിരുന്നത് അന്വേഷണ സംഘം? തീർച്ചയായും. അതായത് ഈ സൗമ്യയും തസ്ലീമ സുൽത്താനയുമായി പരിചയമുണ്ട്, ബന്ധമുണ്ട്. 6 മാസം ചെറുപ്പം തൊട്ടേ അറിയാമെന്നുള്ളതാണ് സൗമ്യ അന്വേഷണ സംഘത്തിന് നൽകിയ വിവരം. മാത്രമല്ല 6 മാസം മുമ്പ് വലിയ സൗഹൃദം ഇരുവരും 6 മാസം മുമ്പ് ആരംഭിച്ചതാണ്. അങ്ങനെ ഇപ്പോഴും വലിയ സൗഹൃദമുണ്ട്. ഇതിനിടയിൽ സാമ്പത്തിക ഇടപാടടക്കം നടന്നിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാട് നടത്തിയത് ലഹരി ഇടപാടിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഇടനിലക്കാരിയായിട്ട് പ്രവർത്തിച്ചത് സൗമ്യയാണ് എന്നുള്ളതാണ് എക്സൈസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലാണ്. പ്രത്യേകിച്ച് തസ്ലീമയുടെ മൊഴി നേരത്തെ തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതാണ്. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലും ഒപ്പം ഡിജിറ്റൽ തെളിവുകളുടെയും ബാങ്ക് ഡീറ്റെയിൽസിന്റെയും അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ സൗമ്യയ്ക്കും പങ്കുണ്ടെന്ന് കണ്ടാൽ ഉറപ്പായും ഈ പ്രതി ചേർക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. ഒപ്പം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാകും. എന്തായാലും അക്കാര്യം ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വിശദമായ ചോദ്യം ചെയ്യലാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഒപ്പം സൗമ്യ വഴിയാണ് സിനിമാ മേഖലയിലേക്ക് ഇത്തരത്തിൽ ഇടനിലക്കാരായി സാമ്പത്തിക ഇടപാടടക്കം ലഹരിയുടെ സാമ്പത്തിക ഇടപാടടക്കം നടന്നിട്ടുള്ളത് സൗമ്യ വഴിയാണ് എന്നുള്ളത് അന്വേഷണ സംഘം സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സൗമ്യയുടെ ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ താരങ്ങളുടെ ലഹരി ഇടപാടിന്റെ ബന്ധം, ആർക്കൊക്കെ ലഹരി കൈമാറി, ആരിൽ നിന്നെല്ലാം സാമ്പത്തികം വാങ്ങിയെന്നടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. നിലവിൽ ലഭിച്ച വിവരപ്രകാരം സൗമ്യ ഇടനിലക്കാരിയാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള കമ്മീഷനടക്കം സൗമ്യ പലതവണ കൈപ്പറ്റിയിട്ടുണ്ട്. ഈ സാമ്പത്തികങ്ങളൊക്കെ തന്നെയും സൗമ്യയുടെ അക്കൌണ്ടിലൂടെയാണ് തസ്ലീമയുടെ അക്കൌണ്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് ഈ താരങ്ങളടക്കം ലഹരി വാങ്ങാനായി നൽകിയ പണമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. 6 മാസത്തെ ബാങ്ക് ഡീറ്റെയിൽസ് അന്വേഷണ സംഘം നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ഈ ബാങ്ക് ഡീറ്റെയിൽസിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും സൗമ്യയെ ചോദ്യം ചെയ്യുന്നത്. ഈ ഷൈൻ ടോം ചാക്കോ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണോ ഷൈനെ കൊണ്ടുവന്നിരിക്കുന്നത്? ഷൈൻ രാവിലെ ഇവിടെ എത്തിയ സമയത്ത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും വേഗം തിരിച്ചയക്കണം. പ്രത്യേകിച്ച് താൻ ചികിത്സയിലാണുള്ളത്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിവാദം വന്നതിന് പിന്നാലെ താൻ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് താൻ ഹാജരാകുന്നത്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിനുള്ളിൽ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് തന്നെ വിടണം എന്നൊരാവശ്യം ഷൈൻ ടോം ചാക്കോ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യൽ ഇപ്പോഴും നീളുന്നു എന്നുള്ളതാണ്. അതായത് പല രീതിയിൽ, അതായത് പ്രത്യേകിച്ച് ഷൈൻ ടോം ചാക്കോയും തസ്ലീമയുമായുള്ള ബന്ധം അന്വേഷണ സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. തസ്ലീമയുടെ മൊഴിയും ഡിജിറ്റൽ തെളിവുകളും അടക്കം അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ചോദ്യം ചെയ്യൽ വേണമെന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ഷൈൻ ടോം ചാക്കോ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഡി അഡിക്ഷൻ സെന്ററിന്റെ ഭാഗമായി അവിടെ അതുകൊണ്ടാവാമെന്നുള്ളതാണ് അന്വേഷണ സംഘം എന്തായാലും സംശയിക്കുന്നത്. ശരത് എസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.